ആഹാ, അടിപൊളി! എന്തൊരു കാഴ്ചയായത്! വിയറ്റ്നാം. ഈ വീഡിയോയിൽ വിയറ്റ്നാമിലെ മനോഹരമായ ചില കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. രാത്രിയിലെയും പകലിലെയും കാഴ്ചകളുണ്ട്. എന്തൊരു മനോഹരമാണ്! വർണ്ണവിസ്മയം തീർക്കുന്ന ഈ കാഴ്ചകൾ. നാം ഏത് ലോകത്തിലാണെന്ന് തോന്നിപ്പോകും. മൂടൽ മഞ്ഞിൻ്റെ നേരിയ മൂടുപടം കൂടുതൽ മനോഹാരിത നൽകുന്നു. രാത്രിയുടെയും പകലിൻ്റെയും പ്രഭാതത്തിൻ്റെയും കുറേ കാഴ്ചകളിലൂടെയാണ് ഈ വീഡിയോ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണണമെന്ന് പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുകയാണ്. രാത്രിയിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ പലരും എത്തിയിട്ടുണ്ട്. ചിലർ കുടുംബസഹിതമാണ്. കുട്ടികളെയും കൂട്ടിയൊക്കെയാണ് മറ്റു ചിലരും ഇറങ്ങിയിട്ടുള്ളത്. ഇതാ ഒരു വലിയ ക്രിസ്ത്യൻ പള്ളി. കണ്ടിട്ട് വളരെ പഴക്കമുള്ളതാണെന്ന് തോന്നുന്നു. എങ്കിലും ഇതിൻ്റെ വലിപ്പവും ആഢ്യഭാവവും അതിശയിപ്പിക്കുന്നതാണ്. പുരാതന നഗരഭാഗങ്ങൾ, വലിയ കോട്ടകളും കൊത്തളങ്ങളും വിസ്മയം തീർക്കുന്ന കാഴ്ചകൾ തന്നെ. രാത്രി നദിയിലെ ഓളപ്പരപ്പിലൂടെയുള്ള കൊതുമ്പ് വള്ളത്തിലെ യാത്രയും ഒരനുഭവം തന്നെയാണ്. ഈ പട്ടണ ഭാഗങ്ങളിലെ രാത്രി കാഴ്ചകൾ വലിയ വിസ്മയ കാഴ്ചകൾ ഒരുക്കും. മൂടൽ മഞ്ഞ് മൂടുപടമണിയിച്ച ഈ പ്രഭാതം, അതിൻ്റെ കുളിർമ ഒരു പുത്തൻ ഉണർവ് നൽകുന്നതാണ്. എല്ലാവരും, പ്രത്യേകിച്ച് ടൂറിസ്റ്റുകൾ, പുതിയ ദിനത്തിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് ഇതാ ഇറങ്ങിക്കഴിഞ്ഞു. നല്ലൊരു വെള്ളച്ചാട്ടം ഇവിടെയുണ്ട്. മനോഹരമാണ് ഈ കാഴ്ച. പട്ടണത്തിൻ്റെ നടുവിലുള്ള ഈ വെള്ളക്കാഴ്ച, ഈ വെള്ളച്ചാട്ടം വളരെ പ്രശസ്തമായ റെയിൽപാളം. രണ്ട് വശങ്ങളിലും കടകളും റെസ്റ്റോറൻറ്റുകളും. ട്രെയിൻ കടന്നു വരുമ്പോൾ സൈഡിലേക്ക് മാറുകയും ട്രെയിൻ പോയി കഴിയുമ്പോൾ തിരികെ വരികയും ചെയ്യുന്നു. വാണിഭശാലകൾ ഉള്ളത് ഇവിടെയാണ്. എല്ലാം ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ മനോഹരമായി വർണ്ണ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. മലനിരകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ചെറിയ വെള്ളച്ചാട്ടവും അരുവിയും വളരെ മനോഹരമായ ഗ്രാമീണ വിശുദ്ധിയുടെ ഓർമ്മകൾ ഉണർത്തുന്ന കാഴ്ച തന്നെയാണ്. ശാന്തമായി ഒഴുകുന്ന ഈ പുഴയുടെ ഓളപ്പരപ്പിലൂടെ തെന്നി നീങ്ങുന്ന കൊതുമ്പ് വള്ളങ്ങളിലെ ഈ രാത്രി യാത്ര അവിസ്മരണീയമാണ്. തീരത്തെ പട്ടണക്കാഴ്ചകളും പ്രകാശവർണ്ണങ്ങൾ വാരി വിതർന്ന കാഴ്ചകളും കണ്ണിനും മനസ്സിനും പുത്തൻ അനുഭവം പകരുക തന്നെ ചെയ്യും. ഇതാ ഒരു പാറക്കെട്ടുകൾക്ക് ഉള്ളിലുള്ള ഗുഹയിലെ ശ്രീബുദ്ധൻ്റെ ക്ഷേത്രവും ശില്പവും വിസ്മയ കാഴ്ചകൾ തന്നെയാണ്. മനോഹരമായ ശില്പങ്ങൾ, എത്ര ഭംഗിയാണിതിന്! ജീവൻ തുടിക്കുന്ന പ്രതിമകൾ നല്ല കാഴ്ച സമ്മാനിക്കുന്നു. പരിശുദ്ധ കന്യകാമാതാവിൻ്റെയും വിശുദ്ധരുടെയും ഒക്കെ അതിമനോഹരമായ ശില്പങ്ങൾ, സുന്ദരമായ കാഴ്ച, അതിൻ്റെ പെർഫെക്ഷൻ, പൂർണ്ണത ആരെയും ആകർഷിക്കുന്നതാണ്. കായൽ യാത്ര അനേകർ ആസ്വദിക്കുന്നു. ചെറുതും വലുതുമായ അനേക ബോട്ടുകളിൽ സഞ്ചരിച്ച് ഉയർന്നു നിൽക്കുന്ന മലകളുടെ ഇടയിലെ കായൽ യാത്ര ആഹ്ലാദകരം തന്നെയാണ്. ധാരാളം പേർ കുടുംബവും കൂട്ടുകാരുമൊക്കെയായി
ഈ സുന്ദര കാഴ്ചയെ ആസ്വദിക്കാൻ, അവധിക്കാലം ആസ്വദിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നത്. കണ്ടോ, എത്ര മനോഹരമാണ് ഉയർന്നു നിൽക്കുന്ന മലനിരകളുടെ ഇടയിലൂടെ ശാന്തമായി ഒഴുകുന്ന ഓളപ്പരപ്പിലൂടെ തെന്നി നീങ്ങുന്ന ഈ ബോട്ടിലെ യാത്ര വലിയ ആസ്വാദകരം തന്നെയാണ്. കാലാവസ്ഥയും അനുകൂലമാകുമ്പോൾ കുളിർക്കാറ്റും മന്ദമാരുതനും എത്ര സുന്ദരമായ കാഴ്ചയാണ്. ഇതാ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ രാത്രിയിൽ പ്രാർത്ഥിക്കാനെത്തിയിരിക്കുന്ന വലിയ ആൾക്കൂട്ടം. ഇതാ ട്രെയിൻ കടന്നു പോകുന്നു. ഹായ്.